ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെമൺ ഗാർഡ്സ്. ഇന്ന് നമുക്ക് ഒരു നാടൻ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. പൊതിച്ചോറിനും കഞ്ഞിക്കും എല്ലാം ഒരുപോലെ കഴിക്കാവുന്ന നല്ല നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു മാങ്ങാ ചമ്മന്തി. ഇപ്പം മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ്. അതുപോലെ തന്നെ 10 വറ്റൽമുളക് നമ്മളിവിടെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന. പാൻ നന്നായി ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്ക് എണ്ണയൊന്നും ഒഴിക്കണ്ട, വെറുതെ ഈ മുളക് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരു മിനിറ്റ് നേരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, ലോ ഫ്ലെയിമിൽ. അതുപോലെ തന്നെ നമ്മളൊരു അരമുറി തേങ്ങ ചിരണ്ടി ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങയുടെ മുറിയാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 2 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം. മാങ്ങയ്ക്കകത്ത് കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ 3 ടേബിൾ സ്പൂൺ വെള്ളം മതി. ഇനി വറ്റൽമുളക് ഇഷ്ടമില്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കാന്താരിമുളകോ ഏത് മുളക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ എരിവ് അനുസരിച്ച്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് മിക്സി ഓഫ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി നമ്മൾ നന്നായി അരയ്ക്കണ്ട, നല്ല ഫൈൻ പേസ്റ്റ് പോലെ ആകണ്ട, ഒരു ഇച്ചിരി തരി പോലെ കിടക്കുന്നതാണ് ചമ്മന്തിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.